മലപ്പുറം മാലത്തിയൂർ പേരുംതൃക്കോവിൽ ക്ഷേത്രത്തിൽ അനധികൃത നിയമനമെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ച് മലബാർ ദേവസ്വം ബോർഡ്. സെക്യൂരിറ്റി തസ്തികയിലേക്കുള്ള ഒരു ഒഴിവിലേക്ക് 6 പേരെ നിയമിച്ചു എന്നാണ് പരാതി. 6 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റും നിയമന രേഖയും 24-ന് ലഭിച്ചിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, എന്താണ് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പുതിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഏത് തരത്തിലുള്ള അന്വേഷണത്തിനാണ് ബോർഡ് ഒരുങ്ങുന്നത്? ബോർഡിന്റെ സംശയങ്ങൾ എന്താണ്? ആരാണ് ഈ ഇങ്ങനെ 6 പേരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നിൽ കളിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്? ഗോകുൽ കെ വേണുഗോപാൽ. ഋജുത് 18/8/2022 മംഗളം ദിനപത്രത്തിലാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ദേവസ്വത്തിൽ സെക്യൂരിറ്റി തസ്തികയിൽ ഒരു ഒഴിവുണ്ട് എന്ന ഒരു പരസ്യം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 9 അപേക്ഷകൾ ലഭിക്കുന്നു. അതിൽ 8 പേർ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. അങ്ങനെ 15/9/2022 സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുകയും ഈ 8 അപേക്ഷയിൽ നിന്ന് 6 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 6 പേർക്കും നിയമനം നൽകി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുള്ളത്. മലബാർ ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും വിജിലൻസ് വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയും അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മംഗളം ദിനപത്രത്തിൽ നൽകിയിട്ടുള്ള പരസ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഒഴിവിലേക്കാണ് നിയമനം നടക്കാൻ പോകുന്നത് എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് പട്ടികയുടെ ഏറ്റവും അടിയിൽ പറയുന്നുണ്ട് ഒഴിവിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഈ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ പട്ടികയുടെ കാലാവധി അവസാനിക്കുമെന്ന് പറയുന്നു. എന്നാൽ 6 പേർക്കും നിയമനം നൽകി എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 2ാം റാങ്കുകാരനാണ് ആദ്യമായി നിയമനം നൽകി എന്നുള്ളതാണ്. അതായത് 6 പേർക്ക് പട്ടിക തയ്യാറാക്കുന്നു. അതിൽ 2ാം റാങ്കുകാരൻ വ്യക്തിക്ക് 31/1/2023 നിയമനം നൽകുന്നു. 1ാം റാങ്കുകാരൻ നിയമനം നൽകിയിട്ടുള്ളത് 16/3/2024 ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ട്രസ്റ്റി, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ട്രസ്റ്റി ഇതിലെ 2 പേരുടെ നിയമനം സാധുവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയിലെ ക്രമക്കേടുകൾ നേരത്തെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഒരു ഒഴിവിലേക്ക് വിളിച്ചിട്ടുള്ള ഒഴിവിൽ എങ്ങനെയാണ് 2 പേർക്ക് നിയമനം നൽകുക എന്നൊരു ചോദ്യം ഈ മലബാർ ദേവസ്വം ബോർഡ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സാമൂതിരി ദേവസ്വത്തിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ ഒട്ടേറെ നടക്കുന്നു എന്ന വാർത്ത 24 തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. നവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പുഷ്പലത എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയോ അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യാതെ തന്നെ അവിടെ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയും അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു പരിശോധന നവാമുകുന്ദ ക്ഷേത്രത്തിലും സെൻട്രൽ ദേവസ്വത്തിലും ഈ സാമൂതിരി സെൻട്രൽ ദേവസ്വത്തിലും നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും അതിൽ 6 പേരുടെ പട്ടിക തയ്യാറാക്കുകയും 6 പേർക്ക് നിയമനം നൽകുകയും ചെയ്തതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നത്. എന്തായാലും മലബാർ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും വിജിലൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടന്നു വരികയാണ് ഈ പരാതിയിൽ മേൽ. ശരി, ഗോകുൽ കെ വേണുഗോപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു ഒഴിവാണ് ഉണ്ടായിരുന്നത്, അവിടെ 6 പേരെ നിയമിച്ചിരിക്കുന്നു. അതിൽ തന്നെ 2ാം റാങ്കുകാരൻ ആദ്യ നിയമനം നൽകിയിരിക്കുന്നു എന്നടക്കമുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. ഗോകുൽ കെ വേണുഗോപാൽ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.